ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മൾ പാലക്ക് കൊണ്ടാണ്. പാലക്കും ഉരുളക്കിഴങ്ങും വെച്ച് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ആഴ്ചയിൽ 4 ദിവസം വീഡിയോ ഇടുന്നുണ്ട്. തിങ്കളാഴ്ച കുക്കിങ്ങും, ബുധനാഴ്ച ഗാർഡനിങ്ങും, വെള്ളിയാഴ്ച ക്രാഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം പാലക്ക് വെള്ളത്തിൽ കഴുകി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിനകത്ത് കടുകും ജീരകവും പെരുംജീരകവും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിച്ച്, പാലക്കിന് ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലതായിരിക്കും. അപ്പം ജീരകം ഒത്തിരി ഇടുന്നത് നല്ല ടേസ്റ്റാണ്. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് അതിൽ ഫ്രൈ ചെയ്യണം എണ്ണയ്ക്കകത്ത്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് റീഫൈൻഡ് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് നല്ലപോലെ ബ്രൗണിഷ് കളർ ആകുന്നവരെ വയ്ക്കണം. പാലക്ക് ഒത്തിരി രീതികളിൽ ഉണ്ടാക്കാം. നമ്മൾ ചീര പോലെ തോരൻ വയ്ക്കാം, ചപ്പാത്തിയുടെ കൂടെ പാലക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ കൂട്ടാൻ പോലെ വയ്ക്കാം, പരിപ്പും കൂടെ ഇട്ട് ഒത്തിരി രീതികളിൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. ഞങ്ങളിതിനു മുമ്പേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു. നല്ല റെസിപ്പിയായിരുന്നു. അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ പാലക്ക് എന്നും കിട്ടത്തില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുവാണെങ്കിൽ കണ്ടാലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈയിടെ പോയപ്പം പാലക്ക് കണ്ടപ്പം മേടിച്ചതാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അല്ലാതെ സ്ക്വയറായിട്ട് ഇച്ചിരി വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടാലും ടേസ്റ്റിയാണ്. പക്ഷെ അതിനേക്കാളും ഇങ്ങനെ ഇടുമ്പം എല്ലാത്തിനും നല്ല ക്രിസ്പിനെസ് കാണും. ഇതിൻ്റെ കൂടെ പാലക്കും കൂടെ ചേരുമ്പം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്. ചെറിയ ചെറിയ 4ആയിട്ട് അങ്ങ് വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടാലും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ പരുവമായി കഴിയുമ്പോൾ നമ്മൾ പാലൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ഒരുമാതിരി ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് പാലക്കും കൂടെ ചേർക്കുമ്പം ഉള്ള അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഒത്തിരി ഉപ്പ് ചേർക്കരുത്. ഈ പാലക്കെന്ന് പറയുന്നത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ചീര ഒന്നും കാണത്തില്ലല്ലോ. അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ ആ പരുവത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതിയായിരിക്കും. നമ്മുടെ കേരള സ്റ്റൈലിലാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങ കൂടെ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ്. ഇവിടെ ആർക്കും തേങ്ങ അത്രയും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പാലക്കും ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതിയായിരിക്കും. ഒത്തിരി വേവ് ഒന്നും ഉള്ളതല്ല. നമ്മൾ ചെറുതായിട്ടാണ് ഞാൻ അരഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്നൊന്ന് ആവി കയറിയാൽ മതി, അത് വെന്ത് കിട്ടും. നമ്മൾ നല്ലപോലെ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതിയായിരിക്കും. പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചീരയ്ക്ക് തന്നെ വെള്ളമയം ഉള്ളത് കൊണ്ട് അത് ഡ്രൈ ആയി കിട്ടുന്നവരെ നമ്മൾ മതി. ഇത്രയും നമ്മൾ ചീര ഇട്ടിട്ട് അതിനകത്തൊന്നും കാണാനില്ല. അതുകൊണ്ട് അതുപോലെ നല്ല പറ്റിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ പാലക്ക് കിട്ടിയ ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.